ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം കുട്ടികളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ വീഡിയോയിലേക്കാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാഗ്നസ് ട്യൂഷൻ സെൻ്ററിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ കുറച്ച് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ വരെ പറഞ്ഞു. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ രണ്ട് റെസിസ്റ്റൻസ് R1 R2 രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. R1 കൂടെ ഒഴുകുന്ന കറണ്ട് I = 5 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ആംപിയർ. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഏതാണ്? R2 റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? ആൻസർ എത്ര തന്നെയാണ്? അതും 5 ആംപിയർ തന്നെയായിരിക്കും. അതായത് സീരീസ് കണക്ഷനിൽ രണ്ട് റെസിസ്റ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ്? സെയിം ആണ്. നമ്മൾ ശ്രദ്ധിക്കുക, സീരീസ് കണക്ഷനിൽ രണ്ട് റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ അല്ലോ? എന്നാൽ രണ്ട് റെസിസ്റ്ററിനും എക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് എക്കും ബിക്കും ഇടയ്ക്ക് അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് V1 ആയിരിക്കും. അതുപോലെ ബിക്കും സിക്കും ഇടയിൽ R2 എന്ന റെസിസ്റ്റൻസിന് എക്രോസ് അനുഭവപ്പെടുന്ന വോൾട്ടേജ് അത് V2 ആയിരിക്കും. V1 ഉം V2 രണ്ടും രണ്ട് സാധനങ്ങളായിരിക്കും, അതിന് രണ്ട് വാല്യൂ ആയിരിക്കും. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ R1 എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റു കറണ്ട്, അത് ഒഴുകുന്ന കറണ്ട്, അതിൻ്റെ കറണ്ട് ഇൻറ്റു അതുവഴി ഒഴുകുന്ന അതിൻ്റെ ആ റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു അതിൽ കൂടി ഒഴുകുന്ന കറണ്ട്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ് R2 ഓർ അക്രോസ് BC = കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ I × R2. ക്ലിയർ ആണല്ലോ? അതായത് AB എന്ന് പറയുന്ന ഇതാ ഈ റെസിസ്റ്റർ, AB എന്നുള്ള റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB കൂടി ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ABയുടെ റെസിസ്റ്റൻസ് വാല്യൂ. ക്ലിയർ? ഇനി BC അഥവാ R2വിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2വിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഇൻറ്റു R2വിൻ്റെ റെസിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ഇനി ടോട്ടൽ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്കും സിക്കും ഇടയ്ക്കുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ തുല്യമായിരിക്കും? V1 + V2 തുല്യം. അതായത് V1 എന്ന് പറഞ്ഞാൽ എന്താണ്? I × R1 + I × R2 അല്ലേ? അതായത് I × R1 + R2. അതായത് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ഇതിൻ്റെ രണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കൂടെ സമം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ വോൾട്ടേജ് അക്രോസ് AC കിട്ടും. ക്ലിയർ ആണല്ലോ? പറയാൻ മനസ്സിലായോ? ടോട്ടൽ വോൾട്ടേജ് അക്രോസ് AC = വോൾട്ടേജ് അക്രോസ് R1 + വോൾട്ടേജ് അക്രോസ് R2. You have to find out the voltage across R1, that is represented as V1 = I × R1, and voltage across resistor R2 or BC represented as V2 = I × R2. ഇനി അതിന് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് അക്രോസ് AC, അതായത് ഓൾ കണക്ഷനിൻ്റെ ACക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ്, അതിനോട് സം ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ഈ രണ്ട് റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്തെടുത്തതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ക്ലിയർ? I × R1 +, അതായത് കറണ്ട് ഇൻറ്റു R1 + R2. ഇനി പാരലൽ കണക്ഷൻ നോക്കാം. പാരലൽ കണക്ഷൻ ഇതിനെ ഞാൻ R3 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ R4 എന്ന് വിളിച്ചു. ഓക്കെ അല്ലോ? ഇവിടെ ശ്രദ്ധിക്കുക, ഈ Pക്കും Qവിനും ഇടയിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. വോൾട്ടേജ് സെയിം ആണ്. അതായത് R3ക്ക് അനുഭവപ്പെടുന്ന വോൾട്ടേജും R4ന് അനുഭവപ്പെടുന്ന വോൾട്ടേജും സെയിം തന്നെയാണ്. അപ്പോൾ R3ൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ്
R4 അനുഭവപ്പെടുന്ന വോൾട്ടേജ് സെയിം. അപ്പോൾ ഇതൊഴുകുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? I1 കറണ്ട് ഇങ്ങോട്ടും I1 കറണ്ട് ഇതാ ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. ഈ I എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് ഇങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യും. അപ്പോൾ രണ്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. R3ക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് R3 ഈക്വൽ ടു I1 ഇൻറ്റു R3. വോൾട്ടേജ് അക്രോസ് R4 ഈക്വൽ ടു I2 ഇൻറ്റു R4. ഓക്കെ അല്ലോ. ഇത് രണ്ടും എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് I1 R3 ഈക്വൽ ടു I2 R4 ആയിരിക്കും. രണ്ടിനെ കുറിച്ചുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. രണ്ടു കൂടി ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ R3യിൽ കൂടി ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ R3യിൽ കൂടി ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ R3ക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് V ഡിവൈഡ് ബൈ ICകളുടെ കണക്കേഷൻ V ബൈ R അല്ലേ? R3 ചെയ്ത് നോക്കുക. ഓക്കെ ഉള്ളൂ. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ICകൾ V ബൈ R എടുക്കുക. അപ്പം R3ക്ക് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ R3 അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണെന്നറിയാം, ഡിവൈഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് R3. ഓക്കെ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? പറയാൻ മനസ്സിലായത്? ഇനി നമുക്ക് അടുത്തായിട്ട് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും തമ്മിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത നോക്കാൻ പറ്റും. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിരുന്ന നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അത് കിടപ്പുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പഠിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ? ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. അപ്പോൾ ഒന്നാമത് ഞാൻ പറയുന്നത് സീരീസ് കണക്ഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റർ കൂടെ ഒഴുകുന്ന കറണ്ട് സെയിം ആണ്, എന്നാൽ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് സീരീസ് കണക്ഷൻ്റെ. ഇനി ഓൾ റെസിസ്റ്റേഴ്സ് ആർ കൺട്രോൾഡ് യൂസിങ് ബൈ എ സിംഗിൾ സ്വിച്ച്. എല്ലാ റെസിസ്റ്ററും ഒരു സിംഗിൾ സ്വിച്ച് ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഫാൾട്ടാണ്. കാരണം എല്ലാ ഡിവൈസിനും കൂടെ ഒരൊറ്റ സ്വിച്ച്. ഇപ്പോൾ ഫാനും ബൾബും കൂടെ കണക്ട് ചെയ്യാൻ ഒറ്റ സ്വിച്ച്. നമുക്കപ്പോൾ ഇപ്പോൾ ഫാനിന് ഇട്ട് കഴിഞ്ഞാലും ബൾബും ഓണാവും, ബൾബ് ഓൺ ചെയ്താൽ ഫാൻ ഓണാവും. ആ സിറ്റുവേഷൻ അത് ശരിയല്ല. ഇതാണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. ഇനി സീരീസ് കണക്ഷനിൽ നമ്മൾ വീടുകളിൽ സീരീസ് കണക്ഷൻ ഉപയോഗിക്കാറില്ല. അതിൽ ഇനി വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കണക്ഷനിൽ എല്ലാ വസ്തുക്കൾക്കും ആവശ്യമായിട്ടുള്ള പവർ ലഭ്യമാകുന്നില്ല. എല്ലാ ഉപകരണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പവർ ലഭ്യമാകുന്നില്ല ഏതൊരു സീരീസ് കണക്ഷൻ. ഇനി അടുത്തിട്ട് പാരലൽ കണക്ഷനിൽ നോക്കാം. പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റർ കൂടെ ഒഴുകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇനി ഓരോ റെസിസ്റ്റർ കൂടെ ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റേഴ്സിനെയും നമുക്ക് ഡിഫറെൻറ്റ് സ്വിച്ചസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ എക്യുപ്മെൻറ്റ്സിനെയും ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാ ഉപകരണങ്ങൾക്കും അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ ലഭ്യമാകുന്നു. ഹൗസ് ഹോൾഡ് വയറിങ്ങിന് ഉപയോഗിക്കുന്നു, വീടുകളിലെ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്നു. ആ ടേബിളിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ടേബിളിലുണ്ട്. അത് കറക്റ്റ് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ കുട്ടികളെ? നമുക്ക് അടുത്തായിട്ട് ഈ പ്രോബ്ലം നോക്കാം. നമുക്ക് സീരീസ് കണക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കുക. പേജ് നമ്പർ 12. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 ലാസ്റ്റ് പാർട്ടിൽ കിടക്കുന്ന പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. ഒരു 4 ohm റെസിസ്റ്ററും 2 ohm റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ? 4 ohm 2 ohm. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഇതിന് അക്രോസ് കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് ബാറ്ററി ആയിട്ടാണ് കൊടുത്തേക്കുന്നത് വിചാരിക്കുക. എത്ര? 6 volt. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 6 volt എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്രയാണ് കണ്ടുപിടിക്കണം അല്ലേ? കറണ്ട് ഇതൊരു എഴുതുന്ന കറണ്ട് എത്ര കണ്ടുപിടിക്കണം? കറണ്ട് I ഈക്വൽ ടു ഇക്വേഷൻ I ഈക്വൽ ടു V ബൈ R. കറണ്ട് I ഈക്വൽ ടു V ബൈ R. വോൾട്ടേജ് എത്രയാണ്? 6 volt അല്ലേ? ഈ സർക്യൂട്ടിനെ കുറിച്ചുള്ള മൊത്തം ഇവിടുന്ന് വോൾട്ടേജ് എത്രയാണ്? 6 voltage അല്ലേ? 6 ഡിവൈഡ് ബൈ R. റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 4 2 അല്ലേ? 4 + 2 എത്ര? 6. എത്ര? 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 റെസിസ്റ്റേഴ്സ് ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 2 റെസിസ്റ്റർ.
ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ohm 2 ohm ഈക്വൽ ടു 6 വോൾട്ട്. 6 ഡിവൈഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരീസ് കണക്ഷൻ അല്ലേ. സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആർ എഫക്റ്റീവ് ഈക്വൽ ടു R1 പ്ലസ് R2. R1 എത്രയാണ്? 4 ohm ആണ്, പ്ലസ് 2 ohm, ദാറ്റ് ഈസ് 6 ohm. ഇതാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തേക്കുന്നത്. 6 വോൾട്ട് ഡിവൈഡ് ബൈ 6 ohm ഈക്വൽ ടു 1 ആംപിയർ. കറണ്ടിൻ്റെ ആ യൂണിറ്റ് 1 ആംപിയർ ആണല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ സീരീസ് കണക്ഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പാരലൽ കണക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. നോക്കുക. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 12 ohm ആൻഡ് 4 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്? അതായത് 12 ohmഉം 4 ohm റെസിസ്റ്റൻസ് ഉള്ള രണ്ട് റെസിസ്റ്റർ എന്തായിട്ട് കണക്ട് ചെയ്തേക്കുന്നു? പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. എത്ര വോൾട്ട്? 12 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. 12 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. വാല്യൂ എത്രയൊക്കെയാണ്? 12 ohmഉം അടുത്ത എത്ര? 4 ohm. അപ്പോൾ രണ്ട് റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. നമ്മൾ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വോൾട്ടേജ് കറണ്ട് I ഈക്വൽ ടു കണ്ടുപിടിക്കേണ്ടത്. കാരണം I ആണ്. I ഈക്വൽ ടു V/R ആണ്. പൊട്ടൻഷ്യൽ നമുക്ക് അറിയാം, പക്ഷേ R എന്നുള്ളത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ R എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1/R കണ്ടുപിടിക്കാൻ പോകുന്നത്. 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 പ്ലസ് 1/4. LC എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 4 പ്ലസ് 12 16. 12 × 4 അത് കട്ട് ചെയ്ത് കളയുക. 4 വരത്തില്ലേ? ഈക്വൽ ടു 4/12. അതായത് 1/R ആണ് നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? 1/R ആണ് 4/12 എന്ന് വന്നേക്കുന്നത് ഇവിടെ ആൻസർ. നമുക്ക് R അല്ലേ വേണ്ടത്? റെസിപ്രോക്കൽ എടുക്കുക. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡും റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ therefore R ഈക്വൽ ടു 12/4 എന്നാവും. ദാറ്റ് ഈസ് 3 ohm എന്ന് കിട്ടി. ഓക്കെ അല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ്? 3 ohm കിട്ടി. അങ്ങനെയാണെങ്കിൽ കറണ്ട് I ഈക്വൽ എത്ര ഇക്വേഷൻ? I ഈക്വൽ ടു V എന്നുള്ളത് 12 വോൾട്ട്. 12 വോൾട്ട് ഡിവൈഡ് ബൈ 3 ohm ഈക്വൽ ടു 4 ആംപിയർ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഇത് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാം. രണ്ട് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും. ശ്രദ്ധിക്കുക, രണ്ട് റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. R1 എത്രയാണ്? 12. 12 × 4 ഡിവൈഡ് ബൈ 12 പ്ലസ് 4 ഈക്വൽ ടു 12 × 4 ഡിവൈഡ് ബൈ 16. 4 4s are 16. 4 3s are 12. 3 ohm. ഓക്കെ അല്ലോ. 3 ohm ആയില്ലേ? 3 ohm എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചല്ലോ. ഇനി ആ വാല്യൂ എടുത്തിട്ട് കൊടുത്ത I ഈക്വൽ ടു V/R 12 വോൾട്ട് ബൈ 3 ohm ഈക്വൽ ടു 4 ആംപിയർ. ഓക്കെ അല്ലോ. ഇവിടെ സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഹീറ്റിംഗ് എഫക്റ്റിലേക്ക് പോവാം. ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതിലേക്കാണ് പോവാം? അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.